എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ബാക്കി സംസാരിക്കാൻ പോകുന്നത് അതായത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ള ഒരു 10 സംഭവങ്ങളെ പറ്റിയിട്ടാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിൻഡർ ജോയ് ആണ്. അയ്യോ, കിൻഡർ ജോയ് ബാൻ ചെയ്തിട്ടുണ്ടോ, അത് ഭയങ്കര വിഷമാണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട്ടിൽ കോട്ടൺ ക്യാൻഡി അഥവാ പഞ്ഞി മിഠായി, ബോംബെ മിഠായിയുടെ വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ്. കാരണം ക്യാൻസർ ഉണ്ടാക്കാൻ ശേഷിയുള്ള മാരകമായിട്ടുള്ള രാസവസ്തു അതിലുണ്ടെന്ന് അവർക്ക് പഠനത്തിലൂടെ വ്യക്തമായി. തമിഴ്നാട്ടിൽ മാത്രമല്ല, അതിനോട് ചേർന്ന് കിടക്കുന്ന പോണ്ടിച്ചേരിയിലും ഇത് നിരോധിച്ചിട്ടുണ്ട്. പ്രശ്നം പഞ്ഞിമിഠായിലല്ല, അതിന് നിറം പകരാൻ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവിലാണ്. ആ രാസവസ്തുവിന്റെ പേരാണ് റോഡമിൻ ബി എന്നുള്ളത്. നിങ്ങൾ ബീച്ചിലേക്ക് നടക്കാൻ ഇറങ്ങുമ്പോഴേക്കും പ്രധാനമായിട്ടും കോഴിക്കോട് ബീച്ചിൽ, ആലപ്പുഴ ബീച്ചിലൊക്കെ സ്ഥിരം കാണാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവങ്ങൾക്കിടയിൽ, വലിയ ആഘോഷങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങനെ ഒരു കോലിൽ കെട്ടി ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് ഈ റോസ് കളറുള്ള അല്ലെങ്കിൽ പിങ്ക് നിറമുള്ള ഇങ്ങനെ പഞ്ഞിമിഠായി വിൽക്കാൻ കൊണ്ടു നടക്കുന്ന കാണാം. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്നു. കാരണം കുട്ടികൾ വാശി പിടിക്കും. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. മാത്രമല്ല 10-15 രൂപയുള്ളൂ, വളരെ ചീപ്പുമാണല്ലേ. അവർ സന്തോഷത്തോടെ തിന്നുന്നത് നമ്മൾ നോക്കി നിൽക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കൊടൂര വിഷമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ മാത്രമല്ല ഇതുണ്ടാക്കുന്നത്, അതുണ്ടാക്കാത്ത രോഗങ്ങളില്ല എന്ന് വേണം പറയാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, അമേരിക്കൻ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് ലിസ്റ്റുണ്ട് അസുഖങ്ങളുടെ. റോഡമിൻ ഉണ്ടാക്കാത്ത തരത്തിലുള്ള അസുഖങ്ങളില്ല. അതിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ളതാണ് ക്യാൻസർ. ഇനി പോട്ടെ, ശാരീരികം മാത്രമല്ല, അതായത് ക്യാൻസർ, ഡയറിയ, വയറിന് പ്രശ്നം, നെഞ്ചിന് പ്രശ്നം, നിങ്ങളുടെ കിഡ്നിക്ക് പ്രശ്നം, ലങ്സിന് പ്രശ്നം, ഇത് മാത്രമല്ല മാനസികമായിട്ട് നിങ്ങളെ ബാധിക്കാൻ ശേഷിയുള്ള, ഒരു മെൻ്റൽ ഡിസോർഡർ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ റോഡമിൻ ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ അറിയാഞ്ഞിട്ടും ഇത്രയും കാലം നീ ഇതിനെപ്പറ്റിയും സംസാരിച്ചില്ലല്ലോ. അല്ല, ഞാൻ 1 വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും സമാനമായിട്ടുള്ള ഒരു പഞ്ഞിമിഠായി നിർമ്മാണ കേന്ദ്രം നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റെയ്ഡ് ചെയ്യാണ്. അവിടെ കാണാൻ പറ്റിയ കാഴ്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇത് ഉണ്ടാക്കിയിരുന്നത് വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. സെപ്റ്റിക് ടാങ്കിൻ്റെ അവശിഷ്ടങ്ങൾ പൊട്ടി സൈഡിൽ കൂടി ഒലിച്ചു വരുന്നുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് ആ ഒരു കൊല്ലം കരുനാഗപ്പള്ളിയിലും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വിറ്റ പഞ്ഞിമിഠായിൽ അവർ അതിന് നിറം പകരാൻ ഉപയോഗിച്ച വസ്തു എന്ന് പറയുന്നതും റോഡമിൻ ബി ആണ്. അന്ന് ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇൻസ്റ്റഗ്രാം റീലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണുകയും ചെയ്തു. ആ ഒരു ഒറ്റ റീൽ കണ്ടു നോക്കുക, അതിനകത്ത് ഈ റോഡമിൻ ബി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടും എല്ലാം ഒന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പഞ്ഞിമിഠായി കഴിച്ചിട്ടുണ്ടോ? ഈ ബോംബെ മിഠായി നമ്മൾ ബീച്ചിലൊക്കെ ഇരിക്കുമ്പോഴേക്കും ആൾക്കാർ കൊണ്ടുവരും, നമ്മൾ മേടിച്ച് കഴിക്കും അല്ലേ. എന്നാൽ ഇന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, അവിടെ അനധികൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ഞിമിഠായി നിർമ്മാണ കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് റെയ്ഡ് ചെയ്യാണ്. അവർക്ക് അവിടെ കാണാൻ പറ്റിയ കാഴ്ചകൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒന്നാമത്തത്, ഇത് നിർമ്മിച്ചിരുന്നത് വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു. സെപ്റ്റിക് ടാങ്ക് പൊട്ടി അതിന്റെ അടുത്തുകൂടെ കക്കൂസ് മാലിന്യം ഒഴുകി വരുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്, ഈ ഒരു പഞ്ഞിമിഠായിക്ക് നിറം പകരാൻ ഉപയോഗിച്ച രാസവസ്തു എന്ന് പറയുന്നത് റോഡമിൻ ആണ്. എന്താണ് ഈ റോഡമിൻ? US നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പ്രകാരം, റോഡമിൻ നിശ്ചിത അളവിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ അതുണ്ടാക്കാത്ത തരത്തിലുള്ള അസുഖങ്ങളില്ല. എന്തിനേറെ ക്യാൻസർ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കിഡ്നി, ലിവർ ഡിസ്ഫങ്ഷൻ, ഹോർമോൺ ഇംബാലൻസ് മുതൽ മെന്റൽ പ്രോബ്ലംസ് വരെ, മാനസികപരമായിട്ട് വരെ നമ്മളെ ബാധിക്കാൻ ശേഷിയുള്ള ഒരു സാധനമാണ് ഈ റോഡമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട്. ആർട്ടിക്കിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു സാധനമാണ് പഞ്ഞിമിഠായിക്ക് നിറം പകരാൻ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ മേടിച്ച് കഴിക്കുന്നതും. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ, പ്രശ്നം പഞ്ഞിമിഠായിലല്ല. പഞ്ഞിമിഠായി എന്ന് പറയുന്നത് പഞ്ചാരയിൽ നിന്ന് നിർമ്മിക്കുന്ന ഒന്നാണ്. പക്ഷെ അതിന് നിറം പകരാനായിട്ട് പലരും നിയമവിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നത് ഈ റോഡമിൻ ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഒരു തരി പോലും ഉള്ളിൽ പോകാൻ പറ്റാത്തൊന്ന്, വളരെ വലിയ അളവിൽ, അതായത് പഞ്ഞിമിഠായി ഫുള്ള് നിറം പകർന്നിരിക്കുകയാണ് അതുകൊണ്ടല്ലോ. അപ്പോൾ എന്തോരം വലിയ അളവിലാണ് നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നത്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. എനിക്ക് കാര്യം അറിയാം, ഞാൻ 1 വർഷം മുമ്പ് സംസാരിച്ചതാണ്. എന്നാലും ഞാൻ കണ്ടൊരു കാഴ്ച, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് അർത്തുങ്കപ്പള്ളി പെരുന്നാളായിരുന്നു, വലിയ ആഘോഷമാണല്ലോ, ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഈ സാധനം മേടിച്ച് കൊടുക്കുകയാണ്. ആ കുട്ടി തിന്നുന്നു, ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു. എനിക്ക് വല്ലതും പറയാൻ പറ്റും, ഉള്ളിൽ പറയണമെന്നുണ്ട്, പക്ഷേ നമുക്കൊരാളുടെ ഇടപെടാനുള്ള അവസരമില്ല, നമുക്കത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വായും പൊളിച്ച് നിൽക്കുക, അല്ലെങ്കിൽ വിഷമിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും മാതാപിതാക്കൾ മനസ്സിലാക്കുക, ഈ സാധനം, അതായത് നിങ്ങൾ കേൾക്കാറുണ്ട്, അത് നമ്മൾ പല കമ്പനികളുടെയും വെളിച്ചെണ്ണയിൽ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള മായം കണ്ടെത്തി, മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലും കണ്ടെത്തി. പക്ഷേ അതൊക്കെ പാർട്സ് പെർ മില്യണിലാണ്, വളരെ ടൈനി ആയിട്ടുള്ളൊരു എലമെൻ്റാണ് കണ്ടെത്തുന്നത്. അത് എലമെൻറ്റിന്
ക്യാൻസർ ഉണ്ടാക്കാൻ ശേഷിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ റോഡമിൻ അതുപോലെയല്ല. നിങ്ങൾ എലിവിഷം മുമ്പിൽ വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുമോ? ഇല്ല. കാരണം അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമല്ലേ. അത് നിങ്ങൾ വെളിച്ചെണ്ണ കണ്ടെത്തിയ ഒരു മായത്തിൻ്റെ അംശം പോലെ അല്ല നിങ്ങളുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്. പക്ഷേ പിന്നെ എന്തിന് നിങ്ങൾ റോഡമിൻ ചേർത്താൽ പഞ്ഞിമിഠായി കഴിക്കുന്നു? പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂലെങ്കിലും ഭാവിയിൽ അതുണ്ടാക്കാത്ത അസുഖങ്ങളില്ല. ദയവായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് പഞ്ഞിമിഠായി, വഴി കാണുന്ന പഞ്ഞിമിഠായി മേടിച്ചു കൊടുക്കുന്ന നിർത്തുക. ഇനി അത് വേണമെങ്കിൽ ഈ കളർ ചേർക്കാത്ത പഞ്ഞിമിഠായികൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ഓതറൈസ്ഡ് ആയിട്ടുള്ള നല്ല ഷോപ്പുകളുണ്ട്, അവിടുന്ന് മേടിച്ചു കൊടുക്കുക. അല്ല പഞ്ഞിമിഠായി അപ്പാടെ കുട്ടികൾക്ക് കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. കൃത്രിമമായിട്ട് ഈ റോഡമിൻ ബി, പിങ്ക് കളർ ചേർത്ത പഞ്ഞിമിഠായി നിരോധിച്ചേ പറ്റത്തുള്ളൂ. നമ്മളുടെ കേരള സർക്കാരും സമാനമായിട്ട് ആക്ട് ചെയ്തേ മതിയാകത്തുള്ളൂ. ഇല്ലെങ്കിലും വളരെ വലിയൊരു ദുരന്തമായിരിക്കും ഇത് കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇത് പിടിച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കയ്യിൽ റോഡമിൻ ബി പിടിച്ചുകൊണ്ടിരിക്കുന്ന പടം ആ റീലിലുണ്ട്. എന്നിട്ട് പോലും ഇതിൻ്റെ ബാക്കി നിയന്ത്രണങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ കുറച്ച് തട്ടുമുട്ടും പുയലുകളും ഉണ്ടാകും. ഇപ്പോൾ ഷവർമ കഴിച്ച ഒരാൾ മരണപ്പെടുമ്പോഴേക്കും കുറച്ച് ദിവസങ്ങളിലേക്കും മൊത്തം വാർത്തയായിരിക്കും. ഭക്ഷ്യമന്ത്രി ഷവർമയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. ഞാൻ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്, പുതിയ ഷവർമ നിയമം എന്നും പറഞ്ഞ് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ. എന്നിട്ട് പിന്നെ എന്തായി? പിന്നെ ഇത് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ചീന ചിക്കനും ഭക്ഷ്യവിഷബാധയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിശോധനയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിയുമ്പോഴേക്കും ഉടനെ കുറേ പരിശോധന അതും ഇതൊക്കെ ഉണ്ടാകും. പിന്നീട് അത് ഒരു 2 ആഴ്ചക്കപ്പുറം അത് പോകില്ല. പക്ഷേ അതൊക്കെ പെട്ടെന്ന് ഫുഡ് ഇൻഫെക്ഷനാണ്. റോഡമിൻ ബി അതുപോലെയല്ല. അത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു 5 വയസ്സുള്ള കുട്ടി കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ അവന് ഭാവിയിലായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത്. പതുക്കെ ഇത് കഴിച്ചുകൊണ്ടാണെന്നൊന്നും ഒരിക്കലും ചിലപ്പോൾ കിട്ടൂല. അല്ല, ആ പഞ്ഞിമുട്ട കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ആരും നോക്കൂല. പക്ഷേ റോഡമിൻ ബി നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, അമേരിക്കൻ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് ഞാൻ ആ റീലിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ പഠനത്തിൽ തെളിഞ്ഞ കാര്യമാണത്. അപ്പോൾ എൻ്റെ അപേക്ഷയാണ്, ദയവായിട്ട് ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഈ റോസ് നിറത്തിലുള്ള പ്രധാനമായിട്ടും അന്യസംസ്ഥാന തൊഴിലാളികൾ, ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, പക്ഷെ അവരാണ് ഈ റോഡമിൻ ബി ചേർത്ത ഈ സാധനം ഇവിടെ വ്യാപകമായിട്ട് നിർമ്മിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക്. എന്തായാലും ഈ ഒരു നിരോധനം തമിഴ്നാട്ടിൽ അനൗൺസ് ചെയ്തത് അവിടുത്തെ ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കും പ്രതീക്ഷിക്കാം കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളോ നിരോധനമോ നമ്മുടെ കേരളത്തിലും പഞ്ഞിമിഠായിക്ക് ഏർപ്പെടുത്തുമെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പഞ്ഞിമിഠായിക്കല്ല വേണ്ടത്, അത് ചേർക്കുന്ന നിറത്തിനാണ് വേണ്ടത്. അത് ഓതറൈസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കടകളും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന വ്യക്തികളും ഒക്കെ പ്രവർത്തിച്ചോട്ടെ. പക്ഷേ ഈ ഒരു നിയന്ത്രണവും ഇല്ലാതെ റോഡമിൻ ബി പോലുള്ള സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നത്, അതിനെതിരെ നിർമ്മാണം നടത്തിയില്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും നമ്മളുടെ കുട്ടികൾ, വരും തലമുറ ഫേസ് ചെയ്യാൻ പോകുന്നത്. അവരെ രോഗികളാക്കരുത്, ഒരു തലമുറയെ നശിപ്പിക്കരുത്. അതുകൊണ്ട് ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു നീക്കമാണ് ഇതിൻ്റെ നിരോധനം എന്നുള്ളത്. എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ബാക്കി സംസാരിക്കാൻ പോകുന്നത്, അതായത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ള ഒരു 10 സംഭവങ്ങളെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്, പിന്നെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളും ഉണ്ട്. അത് എന്തുകൊണ്ടാണ് നിരോധിക്കാനുള്ള കാരണം എന്ന് ഞാൻ വ്യക്തമാക്കി പറയാം. അപ്പോൾ ഒരു 10 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം ഏതെന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തത് ലൈഫ് ബോയ് സോപ്പാണ്. ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുള്ള സോപ്പല്ലേ ലൈഫ് ബോയ്. എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്നൊക്കെയുള്ള പാട്ട് കേട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തെ വലിയൊരു ഓർമ്മയാണത്. അതുപോലെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്, വിവിധ തരത്തിലുള്ള രസകരമായിട്ടുള്ള പരസ്യങ്ങളിലൂടെയും ഒക്കെ തന്നെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് ലൈഫ് ബോയ് സോപ്പ് അല്ലേ. പക്ഷേ ഈ ലൈഫ് ബോയ് സോപ്പ് അമേരിക്കയിൽ ബാൻഡാണ്. കാരണം ലൈഫ് ബോയ് സോപ്പ് നമ്മളുടെ ചർമ്മത്തിന്, സ്കിന്നിന് അത് ദോഷകരമായിട്ട് വരും, നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആണെന്നുള്ളതാണ് US ഗവൺമെൻറ് FDAയുടെയൊക്കെ വാദം എന്നുള്ളത്. അവിടുത്തെ ജനങ്ങൾ ലൈഫ് ബോയ് സോപ്പ് ഉപയോഗിക്കുന്ന എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാനല്ല, മറിച്ച് പല മൃഗങ്ങളെയും, ഇപ്പോൾ കന്നുകാലികളെയും ഒക്കെ കുളിപ്പിക്കാൻ ലൈഫ് ബോയ് ഉപയോഗിക്കാറുണ്ട്. 2 റെഡ് ബുള്ളാണ്. റെഡ് ബുള്ള് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുമല്ലേ. നമ്മളെ തൊട്ടടുത്ത കടയിൽ തന്നെ റെഡ് ബുള്ള് കാണും, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരിക്കും. ഒരു കൊച്ചു കുഞ്ഞിന്, ഒരു 6 വയസ്സുള്ള കുഞ്ഞിന് പോയിട്ട് റെഡ് ബുള്ള് മേടിച്ച് കുടിക്കാം. അതിനൊന്നും യാതൊരുവിധ പ്രശ്നമോ നിയന്ത്രണമോ ഇവിടെ ഇല്ല. പക്ഷേ ഫ്രാൻസിലും ഡെൻമാർക്കിലും ഈ റെഡ് ബുള്ള് പൂർണ്ണമായിട്ടും ബാൻഡാണ്. ഇനി ലിത്വാനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് 18 കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ഒരു റെഡ് ബുള്ള് കുടിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കാര്യമായിട്ട് ഈ രാജ്യങ്ങൾ പറയുന്നത്, അവിടുത്തെ ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഡ് ബുള്ള് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നം ഉണ്ടാക്കാൻ അത് കാരണക്കാരനായി മാറാറുണ്ട്. ആ ശാരീരിക പ്രശ്നങ്ങളാണ് ഒന്നാമത്തത് ഹാർട്ട് അറ്റാക്ക്, രണ്ടാമത്തത് ഡീഹൈഡ്രേഷൻ, ഹൈപ്പർ ടെൻഷൻ, കൺവല്യൂഷൻ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് റെഡ് ബുൾ. അതുകൊണ്ട് ഞങ്ങളിതിനെ ബാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രാജ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ ഇന്ത്യക്കാർക്ക്, നമ്മളെ കൊച്ചു കേരളത്തിലെ തൊട്ടടുത്ത ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും വളരെ എളുപ്പത്തിൽ സുലഭമായിട്ട് ഈ സാധനം അവൈലബിൾ ആവും. 3 അൺപാസ്ചറൈസ്ഡ് മിൽക്ക്, അതായത് ശുദ്ധീകരിക്കാത്ത പാലിൻ്റെ വിൽപ്പനയാണ്. ഈ അൺപാസ്ചറൈസ്ഡ് മിൽക്കിൻ്റെ സെയിൽ അമേരിക്കയും കാനഡയും നിരോധിച്ചിട്ടുണ്ട്. എന്താണ് അൺപാസ്ചറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലിൻ്റെ ഒരു ശുദ്ധീകരണ
പ്രോസസ്സാണ്. അതായത് പാല് കൃത്യമായിട്ടൊരു ടെമ്പറേച്ചറിലൊക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ അണുക്കളെയൊക്കെ കൊന്നിട്ടാണ് നമ്മൾക്കത് വിൽക്കുന്നത്. ഇപ്പോൾ മിൽമയുടെയൊക്കെ പാല് പാസ്ചറൈസ്ഡ് ആണെന്നാണ് അവരുടെ അവകാശവാദം. അതായത് നമ്മൾ വെറുതെ എടുത്ത് കുടിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ മിൽമ നിങ്ങൾ തിളപ്പിച്ചായിരിക്കും കുടിക്കുന്നത്, പക്ഷേ ഷെയ്ക്ക് അടിക്കുമ്പോൾ തിളപ്പിച്ചാണ് കുടിക്കുന്നത്, അല്ല. അപ്പോൾ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാലും പാസ്ചറൈസ്ഡ് ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പാസ്ചറൈസ്ഡ് മാത്രമാണ് വിൽക്കുന്നത്, അല്ല. നമ്മൾ പാൽ സൊസൈറ്റിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചപ്പാലല്ലേ അവിടെ നിന്ന് മേടിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ അയൽവക്കത്തിൽ നിന്ന് കൊണ്ടുതരുന്ന, ഫാമിൽ നിന്ന് കൊണ്ടുതരുന്ന പാല് പച്ചപ്പാലല്ലേ, കറന്നെടുത്തല്ലേ കൊണ്ടുതരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അത് വിൽക്കാം, ബാക്കി എല്ലാ രാജ്യത്തും അത് വിൽക്കാം. പക്ഷേ US-ലും കാനഡയിലും മാത്രം ഇത് വിൽക്കാൻ പാടില്ല. അതിൻ്റെ കാര്യമായിട്ട് ഇവിടുത്തെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനൊക്കെ പറയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ ഒരു കുട്ടിക്ക് കുടിക്കാനുള്ള പാലാണ്. അതിൻ്റെ അകത്ത് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ബാക്ടീരിയയും മറ്റ് മൈക്രോബ്സൊക്കെ ഒരുപാടുണ്ട്, അണുക്കളുണ്ടാവും. അത് ഡയറക്റ്റ് കുടിക്കുന്നത് മനുഷ്യന് അപകടമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധീകരിച്ച പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാലിൻ്റെ വിൽപ്പന മാത്രമേ ആ ഒരു രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും തിളപ്പിച്ചാണ് കുടിക്കുന്നത്, ചൂടാക്കിയാണ് കുടിക്കുന്നത്. ഇനിയിപ്പോൾ മിൽമയാണ് മറ്റേ മിൽക്ക് ഷേക്കുകളിലും കടകളിലൊക്കെ നമ്മൾ എന്താ കാണുന്നത്, മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോഴേക്കും മറ്റേ അണ്ണൻ ഐസ് വെട്ടിയിൽ നിന്ന് 2 അടി അടിച്ച് ഇട്ട് കുടിക്കുന്നു. അത് പാസ്ചറൈസ്ഡ് ആണെന്നാണ് മിൽമയുടെ വാദം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും പാലാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ തിളപ്പിച്ച് കുടിക്കുക, അത് തന്നെയാണ് ഏറ്റവും സേഫും. 4 ജെല്ലി മിഠായികളാണ്. നിങ്ങൾ ജെല്ലി മിഠായി തിന്നിട്ടുണ്ടോ? ഞാൻ തിന്നിട്ടുണ്ട്, തിന്നാറുമുണ്ട്. വളരെ രസമാണല്ലേ. പ്രധാനമായിട്ടും ഈ കരടിയുടെയൊക്കെ ഷേപ്പിലുള്ള ജെല്ലി മിഠായികളാണ് കൂടുതലായിട്ട് ഞാൻ തിന്നിട്ടുള്ളത്. ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാം, പ്രത്യേക ഒരു രസമാണ്. പക്ഷേ ഈ രസം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും. അതിൻ്റെ കാരണം എന്തെന്നാൽ, നമ്മൾ വിചാരിക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാരകമായിട്ടുള്ള സബ്സ്റ്റൻസ്, കെമിക്കലുകളുണ്ടെന്ന്. അതുകൊണ്ടല്ല. ഈ ജെല്ലി മിഠായിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വായിലിട്ട് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെയാണ് ആക്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ തിന്നുമ്പോഴേക്കും അവരുടെ വായുടെ അകത്ത് പെട്ടെന്ന് സ്ലിപ്പാകാനും തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടി മരിക്കാനുമുള്ള സാധ്യത മറ്റ് മിഠായികളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അങ്ങനെ ഇത് ശ്വാസം മുട്ടി ചോക്ക് ചെയ്ത് മരിച്ചിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കെമിക്കലുകൾ, രാസവസ്തുക്കളോ ഒന്നും ഉള്ളതുകൊണ്ടല്ല, അപകടമായിട്ടുള്ള രാസവസ്തുക്കളോ ഒന്നും ഉള്ളതുകൊണ്ടല്ല. കുട്ടികൾ ഇത് കഴിക്കുകയും അത് ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു രാജ്യങ്ങൾ ഇത് ബാൻ ചെയ്തിട്ടുള്ളത്. 5 നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിൻഡർ ജോയ് ആണ്. അയ്യോ, കിൻഡർ ജോയ് ബാൻ ചെയ്തിട്ടുണ്ടോ? അത് ഭയങ്കര വിഷമാണോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലേ. ഇത് ബാൻ ചെയ്തിട്ടുള്ളത് അമേരിക്കയിലാണ്, ബാക്കി ഈ രാജ്യങ്ങളൊന്നും ബാൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ബാൻ ചെയ്തതെന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അത് കിൻഡർ ജോയ് ആ ചോക്ലേറ്റ് അല്ല പ്രശ്നക്കാരനാകുന്നത്, മറിച്ച് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയ കളിപ്പാട്ടമില്ല, കുഞ്ഞ് കളിപ്പാട്ടം അതിൻ്റെ കൂടെ കിട്ടത്തില്ലേ. കുട്ടികൾ തിന്നുന്നതിൻ്റെ കൂടെ അവരതും കൂടെ വിഴുങ്ങുന്ന പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ അപകടത്തിൽ പെടുകയും മരിക്കുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ കിൻഡർ ജോയുടെ അകത്തുള്ള കളിപ്പാട്ടം കുട്ടികളുടെ തൊണ്ടയിൽ കുരുങ്ങുകയും അത് കുട്ടികൾക്കൊരു ഭീഷണിയായി മാറും എന്നുള്ളത് കൊണ്ടാണ് US ഇത് നിരോധിച്ചിട്ടുള്ളത്. അല്ലാതെ കിൻഡർ ജോയുടെ ചോക്ലേറ്റിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള വിഷാംശം കണ്ടെത്തിയിട്ടൊന്നുമില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാൻ നിലവിൽ നമുക്ക് എതിർക്കപ്പെടാനൊന്നുമില്ല. മേടിച്ചു കൊടുക്കേണ്ടവർ മേടിച്ചു കൊടുക്കുക, കൊടുക്കേണ്ടാത്തവർ കൊടുക്കണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 6ാമത്തെ സംഭവം എന്താണെന്നറിയാവോ? സമൂസ. ഏത് നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന സമൂസ ഇല്ലേ, ആ ട്രയാങ്കിൾ ഇരിക്കുന്ന സമൂസ, അത് തന്നെ അല്ലേ. ഇപ്പോൾ സമൂസയും വന്നൊന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായോ? ഇത് നിരോധിച്ചിട്ടുള്ള രാജ്യം സൊമാലിയാണ്. അപ്പോൾ ഇതിനെന്താണ് പ്രശ്നം? സമൂസക്കകത്ത് എന്തെങ്കിലും വിഷാംശമുണ്ടോ? അത് കഴിക്കുന്നത് അപകടമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ തെറ്റി. നേരത്തെ പറഞ്ഞതിനെല്ലാം കൃത്യമായിട്ട് സയൻറ്റിഫിക് റീസൺസ് അതാത് രാജ്യങ്ങളുടെ ആരോഗ്യവകുപ്പിന് പറയാനുണ്ടായിരുന്നല്ലേ. പക്ഷേ ഈ പ്രശ്നം സൊമാലി നിരോധിക്കാനുള്ള പ്രശ്നം ഇത് ഇവന്മാരുടെ തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ്. എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു ജിഹാദി ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള അൽ സബാബിൻ്റെ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് സൊമാലിയൻ ഗവൺമെൻറ് ഇത് നിരോധിക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് എന്താണെന്നറിയാവോ? സമൂസ എന്നുള്ളത് ടു ക്രിസ്ത്യനാണ്, സമൂസ എന്നുള്ളത് അതീവ ക്രൈസ്തവമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ നിരോധിച്ചത്. അതെങ്ങനെ ക്രൈസ്തവമാകുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്. അതായത് നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ കണക്റ്റഡ് ആണ്, ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇരിക്കുന്നു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പോലെ ഈ സമൂസ വരുന്നു. അതുകൊണ്ട് ടു ക്രിസ്ത്യനാണ്, ഭയങ്കര ക്രൈസ്തവീയമായി തോന്നുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിരോധിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇവിടെ ആർക്കാ പ്രശ്നം? ആർക്കാ തലക്കോളം? ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ സമൂസയൊക്കെ തിന്നു കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. നാളെ പോയിട്ട് 2-3 സമൂസ തിന്നണം. 7 ഒരു കഴിക്കുന്ന വസ്തുവല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ അത്രത്തോളം പ്രസിദ്ധമായ, അത്രത്തോളം പോപ്പുലാരിറ്റി ഉള്ള ഒരു സംഭവമാണ്. മറ്റൊന്നുമല്ല, ആൾട്ടോ 800 എന്ന് പറയുന്ന ഒരു കാറ്. ഈ ആൾട്ടോ 800-നെ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ സേഫ്റ്റിയും ഈ കാറിനില്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഒരു കാറാകുമ്പോഴേക്കും കുറച്ചെങ്കിലും സേഫ്റ്റി ഉണ്ടാകണ്ടേ. ഒരു ചെറിയ ക്രാഷിൽ പോലും അകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഗുരുതരമായിട്ടുള്ള ഡാമേജ് പറ്റുമെങ്കിൽ ആ കാറ് ആ രാജ്യങ്ങളൊന്നും അലോ ചെയ്യില്ല. അപ്പോൾ അത്രയും പോലും സേഫ്റ്റി ഇല്ലാത്തൊരു കാറായിട്ടാണ് പല രാജ്യങ്ങളും ഓൾട്ടോ 800-നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ
ആൾക്കാരുടെ ജീവന് വില കൽപ്പിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഓൾട്ടോ 800 അവരുടെ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. 8 വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഒരുപോലെ നിരോധിച്ചിട്ടുള്ള പല കീടനാശിനികളും, ഇപ്പോൾ എൻഡോസൾഫാൻ ദുരന്തത്തെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻഡോസൾഫാൻ, DDT, അങ്ങനെ പലതരത്തിലുള്ള കീടനാശിനികളിൽ നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയാണ്. ഒരു നിയന്ത്രണങ്ങളും ഇതിന് കൊണ്ടുവരാറില്ല. അപ്പോൾ 60ഓളം വരുന്ന പെസ്റ്റിസൈഡ്സുകൾ എണ്ണി പറയാൻ പറ്റും വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അതിപ്പോഴും പല ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നല്ലേ, നമ്മുടെ ഉള്ളിലേക്കാണ് ഇത് പോകുന്നത്. ഞാൻ പറയുന്നത് കെമിക്കൽ പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസേഴ്സോ ഉപയോഗിക്കരുതെന്നല്ല. അത് ഉപയോഗിക്കാതെ നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് അല്ലെങ്കിൽ ഏത് രാജ്യത്തിനാണെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ പലർക്കും അറിയാത്ത ഒന്നാണ് ജൈവ കൃഷി കൊണ്ട് മാത്രം. ഒരിക്കലും ഇല്ല. നമ്മുടെ രാജ്യത്ത് എത്ര ആൾക്കാരുണ്ട്? 140 കോടി ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഉള്ള ഭക്ഷണം വേണമെങ്കിൽ അതൊക്കെ ചെയ്തേ മതിയാകത്തുള്ളൂ. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടെ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വലിയ ഇപ്പോൾ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചിട്ടുള്ള അവർ വലിയ പഠനങ്ങൾ നടത്തിയിട്ടാണ് എല്ലാ വസ്തുക്കളും സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ആ ഒരു പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും കളനാശിനികളും കീടനാശിനികളും കൃത്രിമ വളങ്ങളും കെമിക്കൽ രാസവളങ്ങളും ഒക്കെ ഉപയോഗിക്കുക. അല്ലാതെ ലോകമെമ്പാടുമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 വർഷം തടവും മറ്റേ ലക്ഷക്കണക്കിന് രൂപയും പിഴയെന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ സുലഭമായിട്ട് ഇവിടെ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഈ കെമിക്കലായിട്ടുള്ള എന്ത് കെമിക്കൽ എന്ന് കേട്ട് നമുക്കൊരു കെമിക്കൽ ഫോബിയ ഉണ്ട്, കീമോഫോബിയ. അതായത് കെമിക്കൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെയല്ല, കെമിക്കലായിട്ടുള്ള വളങ്ങളും കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ്സും ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇത്രയും മാരകമായിട്ടുള്ള നിരോധിച്ചിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. 9 ഡീകോൾഡ് ടോട്ടൽ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണ്. നമ്മൾ പ്രധാനമായിട്ടും മൂക്കടപ്പ്, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ചെറിയ പനി, തലവേദന ഇതിനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഡീകോൾഡ് ടാബ്ലറ്റ്. പണ്ട് പരസ്യങ്ങൾ വരെ വ്യാപകമായിട്ട് കാണാമായിരുന്നു. ഈ സാധനം പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ഇത് കിഡ്നിയെ മാരകമായിട്ട് ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും സുലഭമായിട്ട് ഇത് അവൈലബിൾ ആണ്. ഗവൺമെൻറ് കഴിഞ്ഞിടയ്ക്കാണ് 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത് നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. 4 വയസ്സിന് മുകളിൽ, അതായത് 4 വയസ്സെന്ന് പറയുമ്പോൾ പിഞ്ചു കുഞ്ഞാണ്, 5 വയസ്സെന്ന് പറയുമ്പോൾ കൊച്ചു കുഞ്ഞാണ്. ആ കൊച്ചിന് പോലും ഡീകോൾഡ് ടാബ്ലറ്റ് ഇവിടെ കൊടുക്കാമെന്നുള്ള രീതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നാലോചിച്ച് നോക്കുക, പല രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുള്ള ഈ സാധനം കുഞ്ഞു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്കറിയില്ല. ഇനി ഗവൺമെൻറ് അതിനെപ്പറ്റി എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആർക്കറിയാം. എന്തായാലും ഓതറൈസ്ഡ് ആയിട്ടുള്ള മരുന്നുകളും മറ്റ് രാജ്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ്, ഇപ്പോൾ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വളരെ അഡ്വാൻസ്ഡ് പഠനങ്ങൾ നടത്തിയിട്ടാണ് ഇതെല്ലാം ഓരോ സാധനങ്ങളൊക്കെ നിരോധിക്കുന്നത്. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ അഡ്വൈസുകൾ എടുത്തിട്ട് മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. 10ാമത്തത് സംഭവം ഒരു വിദേശ കമ്പനിയുടെ ആണെങ്കിൽ നമ്മൾ മലയാളികളുമായിട്ട് അത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു കുട്ടി ജനിക്കുമ്പോഴേ ആലോചിക്കുന്നത് ജോൺസൺസ് ബേബി പൗഡർ ഇടിയിപ്പിക്കണമെന്നാണല്ലേ. ഈ ജോൺസൺസ് ബേബി പൗഡറിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അമേരിക്കയിൽ ജോൺസൺസ് ബേബിയുടെ നിർമ്മാണവും വിൽപ്പനയും അവർ തന്നെ നിർത്തലാക്കി. കാരണം ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ലോ സ്യൂട്ട്സ് ആണ് ജോൺസൺസ് ബേബിക്കെതിരെ ഒരുപാട് പേര് മുമ്പോട്ട് വെച്ചത്. കാരണം ക്യാൻസർ ഉണ്ടാക്കി എന്നൊരു കാര്യത്തെ തുടർന്നാണ്. സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യത്ത് ഇത് ഗവൺമെൻറ് ഇടപെട്ട് നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞിടയ്ക്കാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് അവിടെ നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഇടപെട്ട് അത് അതിൻ്റെ നിയന്ത്രണം മാറ്റിക്കൊടുക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ജോൺസൺസ് ബേബിക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളൊന്നുമില്ല. പക്ഷേ ഒരുപാട് ലോ സ്യൂട്ടുകൾ, ഒരുപാട് നഷ്ടപരിഹാരങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ കൊടുത്തൊരു കമ്പനിയാണ് ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി എന്ന് ഓർത്ത് കൊള്ളുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ മുകളിൽ വരുന്ന ഐ ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ പ്രകാരം അതിൻ്റെ അകത്ത് ആസ്ബെസ്റ്റോസിൻ്റെ അംശങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടാക്കി എന്ന് കാണിച്ചുകൊണ്ട് മാതാപിതാക്കൾ കേസ് കൊടുക്കുകയും കോടതി അംഗീകരിക്കുകയും നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അമേരിക്കയിൽ ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി തങ്ങളുടെ വിൽപ്പന ഒക്കെ പിൻവലിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ കോടതി ഇടപെട്ട് അതിൻ്റെ ബാൻ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്ത നിരോധനം എടുത്തു മാറ്റി. സുഖമായിട്ട് അവർക്ക് ഇപ്പോഴും വിൽക്കാം. എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾ ഒരു വസ്തു ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മെഡിക്കൽ വെബ്സൈറ്റുകളിലും ചെക്ക് ചെയ്യുക. ഒരുപാട് മെഡിക്കൽ വെബ്സൈറ്റ് ആധികാരികമായിട്ടുള്ള പല അവൈലബിൾ ആണ്. നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, മയോ ക്ലിനിക്ക്, അതുപോലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഒരുപാട് ജേണലുകളുണ്ട്. പിന്നെ സയൻറ്റിഫിക് അമേരിക്കൻ, science.org, PLOS ONE ജേണൽ, ഇതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളെ പറ്റിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. അല്ലാതെ ഏതെങ്കിലും തട്ടിക്കൂട്ട് വെബ്സൈറ്റ് അല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞത് ഓതൻറ്റിക് ആയിട്ടുള്ള ജേണൽസാണ്, സോഴ്സുകളാണ്. റെഫർ ചെയ്യുക, എന്നിട്ട് ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം നേരുന്നു. എന്തായാലും എൻ്റെ പൊന്നുമക്കളെ, കുറേ സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നതൊക്കെ ഭയങ്കര വിഷയമാണ്. ഈ കോട്ടൺ ക്യാൻഡി, അതിൻ്റെ കളറ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ ക്യാൻഡിക്കല്ല പ്രശ്നം, അതിന് നിറം പകരാനായിട്ട് ഈ ഒരു വസ്തു അവർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ റോസ് നിറത്തിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള നിറങ്ങളുണ്ടാകാം FSSAIയുടെ, പക്ഷേ അതിനൊക്കെ വില കൂടുതലാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ ചീപ്പായിട്ട് ഈ സാധനമാണ് അതിൻ്റെ അകത്തേക്ക് അടിച്ച് കലക്കി വിടുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എലിവിഷൻ കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള സാധനം തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ വാർത്തകൾ കേൾക്കും, ക്യാൻസർ ഉണ്ടാക്കുന്നില്ലല്ലോ, എന്നാൽ കഴിച്ചേക്കാമെന്ന് പറഞ്ഞില്ലേ. എൻ്റെ പൊന്നുമക്കളെ, നമ്മുടെ കുട്ടികളെ ഓർത്ത് കുട്ടികൾക്ക് ദൈവം ഇത് മേടിച്ചു കൊടുക്കാതിരിക്കും. നിങ്ങൾ ആവശ്യമുള്ളത് വേണമെങ്കിൽ വാരി വലിച്ച് കഴിച്ചോ. നമ്മളുടെ തലമുറ അത് അങ്ങനെ നമ്മൾ മറ്റവൻ്റെ കുട്ടി അങ്ങനെയല്ലല്ലോ. നമ്മളെല്ലാവരും കുഞ്ഞുമക്കളോട് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമല്ലേ നമുക്ക്. അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി നമുക്ക് സഹിക്കില്ല. അവർ നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരട്ടെ. ആ ഒരു ഇത് മാത്രമാണ് ആശംസിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. രശ്മി സിനിമയുടെ പള്ളി സൈനിങ് ഔട്ട്.